ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചിപ്പിമോൾ പറയുകയാണ്, എനിക്ക് മമ്മിയെ വേണ്ട, എനിക്ക് ഇഷിതാമ്മയെ മതി എന്ന് പറയുകയാണേ. ഇത് കേൾക്കുമ്പോൾ ജഡ്ജിക്ക് കാര്യങ്ങളുടെ സത്യാവസ്ഥ മനസ്സിലാവാണ്. രചന വന്ന് കള്ളം പറഞ്ഞതാണ്. ഇവർ തമ്മിൽ നല്ല സ്നേഹത്തിലാണ്. ചിപ്പിമോൾക്ക് ഇഷിത എന്ന് പറഞ്ഞ ജീവനാണെന്നുള്ള കാര്യമൊക്കെ മനസ്സിലാവുകയാണ്. അങ്ങനെ ജഡ്ജി പോയതിന് ശേഷം ഇഷിത തിരികെ തൻ്റെ ഫ്ലാറ്റിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുകയാണ്. എന്നിട്ട് ആ സമയത്ത് വിനോദ് അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ വിനോദ് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. രണ്ടുപേരും കൂടെ ഒരുമിച്ച് ജീവിക്കാനുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇഷിത പറയുന്നുണ്ട്, ഇല്ല എനിക്ക് വയ്യ, അഭിനയിച്ച് ജീവിക്കാനായിട്ട് എനിക്ക് സമ്മതമല്ല എന്ന് പറഞ്ഞിട്ട് ഇഷിത അവിടുന്ന് വിഷമത്തോട് കൂടിയിട്ട് പോകുന്നുണ്ട്. ഇതേ സമയം ചിപ്പിയാണെന്നുണ്ടെങ്കിൽ പോകലേന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്നുണ്ടെങ്കിലും ഇഷിത തൻ്റെ ഫ്ലാറ്റിലേക്ക് തന്നെ പോകുകയാണ്. അപ്പോൾ മഹേഷ് ആണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ വിനോദാണെന്നുണ്ടെങ്കിൽ മഹേഷിനോട് പറയുന്നുണ്ട്, നമ്മുടെ കൈലാസളിയൻ്റെ കള്ളത്തരങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരണം, അതിനായിട്ടുള്ള കരുക്കളൊക്കെ ഞാൻ നീക്കിക്കഴിഞ്ഞു എന്ന് പറയുകയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നിൽ കളിച്ചിട്ടുള്ളത് കൈലാസളിയൻ തന്നെയാണ് എന്ന് വിനോദ് മഹേഷിനെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ എനിക്കതൊക്കെ അറിയാവുന്നതാണ്, അതെന്തായാലും കണ്ടുപിടിക്കുക തന്നെ വേണമെന്ന് പറയുകയാണ്. അങ്ങനെ തിരികെ മഹേഷ് വീട്ടിലെത്തുന്ന സമയത്ത് കൈലാസിൻ്റെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. കൈലാസ് ഫോണിൽ സംസാരിക്കുന്നതൊക്കെ മഹേഷ് ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെ മഹേഷിന് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഇതേ സമയം വിനോദാണെന്നുണ്ടെങ്കിൽ നേരെ പോകുന്നത് മയൂരിയുടെ വീട്ടിലേക്കാണ്. മയൂരി വീട്ടിൽ ചെന്നിട്ട് സത്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആരാണ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ചോദ്യങ്ങളെല്ലാം എന്നോട് ചോദിക്കേണ്ടത്, എനിക്ക് ഉത്തരങ്ങളാണ് വേണ്ടത്, നീ എന്തിനാണ് അങ്ങനെ ചെയ്തത്, ആര് പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്തതെന്നൊക്കെ പറഞ്ഞ് മയൂരിനെ ഭീഷണിപ്പെടുത്താണ്. ഈ സമയം മയൂരി എല്ലാ കാര്യങ്ങളും വിനോദിനോട് തുറന്നു പറയാൻ കേട്ടോ. പേടിച്ച് വരച്ച എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. കൈലാസ് ആണ് ഈ ഒരു ചതി ചെയ്തത്, താൻ കൈലാസ് പറഞ്ഞിട്ടാണ് ആ മയക്കുമരുന്ന് കാറിൽ വെച്ചത്, എന്നോട് ക്ഷമിക്കണം സാർ, എന്നെ രക്ഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത്രയാണ് ഇന്നത്തെ പ്രമോല് കാണിച്ചിട്ടുള്ളത്. ഇനി എന്തായാലും മയൂരിനെ കൊണ്ട് തന്നെ സത്യങ്ങൾ തെളിയിപ്പിക്കാൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുചെന്ന് കൈലാസാണല്ലോ അതിൻ്റെ പിന്നിലെന്നുള്ള കാര്യങ്ങളൊക്കെ വിനോദ് പറയിപ്പിക്കുകയും ചെയ്യുന്ന എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.